വിഷുവിൻ്റെ തലേ ദിവസമാണ്. നല്ല അസല് കാറ്റും മഴ ഇടി മിന്നലൊക്കെയാണ്. ശനിയാഴ്ച രാവിലെയാണ്. ആദ്യം പറഞ്ഞ പോലെ തന്നെ രാവിലെ മുതലേ മൂടി കെട്ടി നിൽക്കുകയാണ് അന്തരീക്ഷം. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിരുന്നല്ലോ, രാഖി മുംബൈയിൽ പോയപ്പോൾ ഇന്ന് വരത്തേ ഉള്ളൂ. അങ്കിത്തിന് ഇന്ന് സ്കൂളില്ല, സെക്കൻഡ് സാറ്റർഡേ ഇനി മുതൽ അവധിയാണെന്ന് അവരുടെ സ്കൂളിൽ നിന്ന് സർക്കുലർ വന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരും 8 മണി കഴിഞ്ഞിട്ടാണ് എഴുന്നേറ്റത്. അപ്പോൾ ഫ്രഷായി കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. ഇരുട്ടാണ് പുറത്തൊക്കെ. അപ്പോൾ ആദ്യം വന്ന് പാലൊക്കെ കാച്ചാൻ വച്ചു, ചായയൊക്കെ ഇടുവാണ്. എല്ലാവർക്കും ഹാപ്പി വിഷു കേട്ടോ. മഴയാണ്ടപ്പോൾ ഇന്ന് തുണി കഴുകാനൊന്നും ഇടുന്നൊന്നുമില്ല. എഴുന്നേറ്റ് വന്ന് കണ്ട അന്തരീക്ഷം ഇതാണ്. മൊത്തത്തിൽ കാർമേഘം മൂടിക്കിടക്കുക. ഇരുണ്ട് മൂടി കിടക്കുകയാണെങ്കിൽ എന്തോ ഒരു പ്രത്യേക ഭംഗിയുണ്ട്, എന്തോ ഒരു സന്തോഷം പോലെ തോന്നി. ബ്രേക്ക്ഫാസ്റ്റിന് ബ്രെഡ് എടുത്തൊന്ന് റോസ്റ്റ് ചെയ്യുവാണ്. അങ്കിത്തിന് അതിനകത്ത് ചീസൊക്കെ സ്റ്റഫ് ചെയ്ത് നമ്മുടെ സാലഡ് കുക്കുംബർ ഇരിപ്പുണ്ട്, അതൊക്കെ എടുക്കാമെന്ന് വെച്ചു. ഇന്നിതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. മുട്ട കഴിഞ്ഞിരിക്കുകയാണ്. രാഖി വന്നാലേ ഇനി വാങ്ങാൻ പറ്റത്തുള്ളൂ. വിഷുവിന് നമ്മുടെ വീട്ടിൽ ഒരു ഗസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ടാണ്. ഞാൻ നേരത്തെ സ്കൂളിൽ പഠിപ്പിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഉള്ളൊരു ടീച്ചറാണ്. ഞാൻ നേരത്തെ NTPC എന്ന് പറഞ്ഞ് ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ, അതിൽ ഞാൻ പുള്ളിക്കാരിയുടെ വീട്ടിൽ പോകുന്നതായിട്ട് കാണിച്ചായിരുന്നു. അപ്പോൾ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വിഷുവിന് നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്. ആദ്യം രാഖി വെള്ളിയാഴ്ച വരാമെന്നാണ് പറഞ്ഞത്. പക്ഷേ കുറച്ച് അത്യാവശ്യം ഉള്ളതുകൊണ്ട് ശനിയാഴ്ചത്തേക്ക് മാറ്റി. നമ്മൾ ശനിയാഴ്ച പോയിട്ട്, അതായത് മലയാളിക്കടയിൽ പോയിട്ട് കണിവെള്ളരിയും കാര്യങ്ങളൊക്കെ വാങ്ങണമെന്ന് വെച്ച്, പക്ഷെ അതൊന്നും ഇനി പറ്റില്ല. ഇനി ശർമ്മയുടെ കടയിൽ നിന്നുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റും. നമ്മുടെ സാലഡ് കുക്കുംബറൊക്കെ വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കിട്ടുന്നതൊക്കെ നമ്മൾ വിളക്കിന് മുന്നിൽ വെക്കും. ഇന്ന് കുറച്ച് പോയി വാങ്ങണം. അങ്ങനെ അങ്കിത്തിന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തോ, ഹാപ്പി ആയിട്ട് ഇതേ കഴിക്കാൻ പോവുക. പിന്നെ കുറച്ച് പാത്രങ്ങൾ കിടപ്പുണ്ട്, അതൊന്ന് കഴുകി വെക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മഴയാണ്ട് ഇന്ന് തുണി കഴുകാനൊന്നും ഇടുന്നില്ല, അധികം തുണിയും ഇല്ല. അപ്പോൾ കണി വെക്കാനുള്ള സാധനങ്ങളെല്ലാം ഇവിടെ കിട്ടുന്നത് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ വെക്കും. ഇവിടുത്തെ കണിക്കൊന്നയുടെ സീസൺ എന്ന് പറഞ്ഞാൽ മെയ് പകുതി കഴിഞ്ഞിട്ടാണ്. ജൂണിൽ നന്നായിട്ട് പൂവൊക്കെ പിടിച്ച് കണിക്കൊന്ന നിൽക്കും. പക്ഷെ ഈ സമയത്ത് ഒരു പൂവോലും നമുക്ക് കിട്ടത്തില്ല. ആകെ നന്ദിയാർവട്ടവും ജമന്തി പൂവാണ് ഇവിടെ കൂടുതലും ഈ സമയത്തുള്ളത്. എന്തായാലും കുറച്ച് പാത്രം കിടന്നത് കഴുകി വെച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ മെയ്ഡ് വന്ന് ക്ലീനിങ് തുടങ്ങി. ലഞ്ചിന് ഞാൻ ഇന്നൊരു സിമ്പിൾ ദാലും ആലു ഗോപിയും ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ ക്യാരറ്റും ഉണ്ട്. അപ്പോൾ അതും കൂടെ ഒക്കെ ഇട്ടിട്ട് ഒരു പച്ചക്കറി സൈഡ് ഡിഷും ആവുമല്ലോ. നമ്മുടെ അരി അടുപ്പിട്ടിട്ടുണ്ട്. ക്യാരറ്റും ഉരുളക്കിഴങ്ങും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കോളിഫ്ലവർ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ച് ഒരു അരവേവോളം ചെയ്ത് വെക്കാം. ദാല് ഞാനൊന്ന് കഴുകി കുറച്ച് നേരം ഒന്ന് കുതിർത്ത് വെക്കാം, പെട്ടെന്ന് അങ്ങ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചോറായിട്ടുണ്ട്, ഊറ്റിയെടുത്തു. കടായിൽ എന്തായാലും ഒരു എണ്ണ ഒഴിച്ചു. പിന്നെ മസാലാസ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഇത്രേ ഇടുന്നുള്ളൂ. അതിലേക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് അരിഞ്ഞതും ക്യാരറ്റ് അരിഞ്ഞതും കഴുകി അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ, അതൊന്ന് വഴറ്റിയിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. കോളിഫ്ലവർ ഓൾറെഡി വേവിച്ചെടുത്താണല്ലോ, അപ്പോൾ അത് ലാസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഇളക്കി കുറച്ച് നേരം കൂടെ അടച്ചിട്ട് റെഡിയാക്കി എടുക്കാം. ദാലൊക്കെ ഞാൻ എപ്പോഴും കാണിക്കുന്നതാണല്ലോ. അപ്പോൾ അതുപോലെ തന്നെ കുക്കറിലേക്ക് എണ്ണ ഒഴിച്ചു, ബേസിക് മസാലാസ് ഇട്ടു. കഴുകി വെച്ചിരിക്കുന്ന ദാലും ആവശ്യത്തിന് ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ച് ഹൈ ഫ്ലെയിമിൽ 2-3 വിസിൽ കൊടുത്തിട്ട് ആവി മാറി ഒന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കാം. നല്ല അസല് മഴ പെയ്തുകൊണ്ടിരിക്കുവാണ്. ഒരു പുതിയ കുക്കർ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഓർഡർ ചെയ്ത് പിറ്റേ ദിവസം രാവിലെ തന്നെ സംഭവം എത്തി. നമ്മുടെ നേരത്തെ ഒരു സ്റ്റീൽ കുക്കർ ഉണ്ടായിരുന്നത് ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ കാണിച്ചല്ലോ. അതിൻ്റെ സേഫ്റ്റി വാൽവ് പോയിട്ട് പ്രഷറൊക്കെ പോയിട്ട് അത് കേടായിരിക്കുകയാണ്. അതിൻ്റെ ലിഡ് ഞാൻ മെയ്ഡിൻ്റെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാർ റെഡിയാക്കി കൊണ്ട് വരാമെന്ന് പറഞ്ഞു. അവരുടെ അടുത്തങ്ങാണ്ട് കുക്കർ റെഡിയാക്കുന്ന ആളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ കുക്കർ അവർ കൊണ്ടുവന്ന് തുറന്ന് എല്ലാ പാർട്സും ചെക്ക് ചെയ്തിട്ടാണ് തിരിച്ചു പോയത് കേട്ടോ. എന്നിട്ടാണ് OTP ഒക്കെ വാങ്ങി പോയത്. ഞാൻ എന്തായാലും കൊണ്ടുവന്നൊന്ന് വർക്കിംഗ് കണ്ടീഷനും കൂടെ ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കാം. അതായത് ഇത് സീസണിങ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ, സ്റ്റെയിൻലെസ് സ്റ്റീൽ അല്ലേ. അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകി ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 2 വിസിൽ ഒന്ന് കൊടുത്ത് നോക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ കുക്കറും റെഡി ആവും, ക്ലീൻ ആവുമല്ലോ. പ്രത്യേകിച്ച് സീസൺ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല സ്റ്റെയിൻലെസ് സ്റ്റീലിന്. നന്നായിട്ടൊന്ന് കഴുകി കുറച്ച് വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്.
എന്തായാലും നിലവിൽ കുഴപ്പമൊന്നുമില്ല, വിസിലൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കറിയൊക്കെ വെച്ച് നോക്കുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇനി ഒന്നും കൂടെ ഇതൊന്ന് കഴുകി വെക്കാം, എന്നിട്ട് നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കി തുടങ്ങാം. ഇതേ അകത്ത് നീല ഗ്യാസ്കറ്റാണ്, സാറിന് ബ്ലാക്ക് അല്ലേ, ഇതിന് നീലയാണ്. എൻ്റെ കയ്യിൽ 4 കുക്കറുണ്ട് ഓൾറെഡി. 4നും ചെറിയ ചെറിയ കംപ്ലൈൻ്റ് ആണ്. പിന്നെ ഒരെണ്ണം 5 ലിറ്റർ. 5 ലിറ്റർ എനിക്ക് അത്ര താല്പര്യമില്ല. ഇത് 3 ലിറ്ററിൻ്റെ. എനിക്ക് 3 ലിറ്ററാണ് എപ്പോഴും ഉപയോഗമായിട്ട് ഉള്ളത്. പിന്നെ 2 ലിറ്ററിൻ്റെ അത്ര ഉപയോഗമില്ല കേട്ടോ, അതൊരു സുഖമില്ല. എനിക്ക് ഈ 3 ലിറ്ററിൻ്റെ കുക്കർ ഏറ്റവും ഇഷ്ടം. 2 പ്രസ്റ്റീജിൻ്റെയും 1 യുണൈറ്റഡിൻ്റെയും 1 സൺഫ്ലെയിമിൻ്റെയാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ബട്ടർഫ്ലൈയുടെ ഒരെണ്ണോ വാങ്ങിയത്. നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങിയാൽ മതി. കുറച്ച് ചോറ് ബാക്കിയിരുന്നത് ഞാൻ ഒന്ന് തിളപ്പിച്ച് നമ്മുടെ ശർക്കരപ്പൊടി ഇട്ട്, നെയ്യിട്ട്, ഏലക്കാപ്പൊടിയും കുറച്ച് ചുക്കുപൊടിയും പിന്നെ കുറച്ച് തേങ്ങയും കൂടെ ഒക്കെ ഇട്ടിട്ട് ഒന്ന് കുറുക്കി എടുക്കുന്നുണ്ട്. ഒരു ശർക്കര കഞ്ഞി പോലെ. എന്തായാലും മഴയത്ത് ഇതൊക്കെ കുടിക്കുന്ന ഒരു ടേസ്റ്റാണ്. പണ്ടിങ്ങനെ മഴ സമയത്ത് എൻ്റെ അമ്മ ഗോതമ്പ് കുറുക്കി ഇങ്ങനെ തേങ്ങയൊക്കെ ഇട്ട് തരുന്ന എനിക്ക് ഓർമ്മ വന്നു. അപ്പോൾ അങ്കിത്തിന് ഇതൊക്കെ ഇഷ്ടമാണ്. ട്യൂഷന് പോകുന്നതിന് മുന്നേ ഇത് കഴിച്ചിട്ട് പോട്ടെ, അങ്ങനെ കുറച്ച് അവൻ ആറാനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കൂടെ ഞാനും കുറച്ച് കഴിക്കുന്നുണ്ട്. കുറച്ചേ ഉള്ളൂ, സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തായാലും കുറേ നേരം പെയ്ത് നല്ലൊരു മഴ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് തോന്നും, പുറത്ത് വെള്ളം കെട്ടി നിൽപ്പുണ്ട്, അതൊക്കെ പെട്ടെന്ന് പോകുമെന്ന് തോന്നുന്നു. കാരണം നല്ല ചൂടായിരുന്നല്ലോ, ഡ്രൈ ആയിട്ട് കിടന്നതായിരുന്നു. നമ്മുടെ കുക്കറിൽ ഞാൻ കുറച്ച് വെള്ള പീസ് ഉണ്ടല്ലോ, ഗ്രീൻ പീസിൻ്റെ വെള്ളത്, അത് ഞാൻ കുതിർത്തിട്ടിട്ടുണ്ട് ഡിന്നറിന് വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് ഉഴുന്ന് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്, ഉഴുന്നുവട ഉണ്ടാക്കാനായിട്ട്. ഞാൻ പറഞ്ഞല്ലോ വിഷുവിൻ്റെ അന്ന് ഗസ്റ്റ് ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇഡലി, സാമ്പാർ, ദോശ, ചട്നി പിന്നെ വടയൊക്കെ ഉണ്ടാക്കാം. എന്നൊക്കെ അരി ഉഴുന്ന് ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ രാവിലെ തന്നെ അങ്ങ് ചെയ്തു. വരുന്ന മാം പഞ്ചാബിയാണ്. പുള്ളിക്കാരിക്ക് ദോശ ഇഡ്ഡലിയൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. ഞാൻ പണ്ട് സ്കൂളിൽ പോകുമ്പോൾ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ പുള്ളിക്കാരി വാങ്ങിച്ച് കഴിക്കുമായിരുന്നു. ഞാനൊരു പ്രാവശ്യം പുള്ളിക്കാരുടെ വീട്ടിൽ പോയപ്പോൾ എന്നെ കൊണ്ട് തക്കാളി ചട്നിയൊക്കെ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ച് ഉണ്ടാക്കിയായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇത് തന്നെ കൊടുക്കാം. വിഷുവായിട്ട് നമ്മൾ എന്തായാലും ഇഡ്ഡലി സാമ്പാറൊക്കെ ഉണ്ടാക്കുമല്ലോ, അപ്പോൾ പുള്ളിക്കാരിക്ക് ഇഷ്ടമാവുമല്ലോ. അങ്ങനെ നമ്മുടെ വൈകുന്നേരത്തെയും ചായ ഇട്ട് കുടിച്ചു. വിളക്കൊക്കെ ഒന്ന് തേച്ച് വെക്കുവാണ്. ഡിന്നറിനായിട്ട് വെള്ളത്തിലിട്ട പീസ് ഒന്നും കൂടെ കഴുകിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം നമ്മുടെ പുതിയ കുക്കറിൽ. ഉഴുന്നുവടയ്ക്ക് ഞാൻ മാവ് അരച്ചെടുത്തു. അത് നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചു. അതിൽ നിന്ന് കുറച്ചെടുത്ത് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കുന്നുണ്ട്. മിക്സിയിൽ ഇഞ്ചിയും കറിവേപ്പിലയും പച്ചമുളകും കൂടെ അടിച്ചിട്ട് ഈ മാവ് ഒന്നും കൂടി ഇട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ എടുത്ത് ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബാറ്റർ വെച്ചിട്ട് നമുക്ക് ഉഴുന്നുവട ഉണ്ടാക്കാം. പിന്നെ ഒറീസയിൽ ഒരു ഫേമസ് ആയിട്ടൊരു സംഭവമാണ് ഈ വെള്ള പീസിനോട് ഗുഗുനി എന്നാണ് പറയുന്നത്. അതിൻ്റെ കൂടെ ഇതിന് ഈ വടയ്ക്ക് ഒരു ബോറ എന്നാണ് പറയുന്നത്. അപ്പോൾ ബോറ ഗുഗുനി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പോൾ ഞാൻ ആ ഗുഗുനിയുടെ കൂടെയുള്ള ആ ബോറയാണ് ഇപ്പോൾ ഉണ്ടാക്കിയത്. ഇങ്ങനെ സ്പൂൺ വെച്ച് ഇങ്ങനെ ഇട്ട് അവരിങ്ങനെ കൈ വെച്ച് ഇങ്ങനെ ഉണ്ട പോലെ ഇടും. ഞാൻ ഫസ്റ്റ് ട്രിപ്പ് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തു. ഒറീസ സ്പെഷ്യലാണിത്, ബോറ ഗുഗുനി. നമ്മുടെ ഉഴുന്നുവടയുടെ ബാറ്റർ തന്നെയാണ്. പിന്നെ ബാക്കിയുള്ളത് ഉഴുന്നുവടയായിട്ടും ചുട്ടെടുക്കുക. അപ്പോൾ ഇത് രണ്ടും കൂടെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ, ഈ വെള്ള പീസും നമ്മുടെ ഉഴുന്നുവടയും. പിന്നെ ഞാൻ കൂടെ ബ്രെഡും കൂടെ കഴിക്കാമെന്ന് വെച്ചു. കാരണം രാക്കെ ഡൽഹിയിൽ ഇറങ്ങാൻ പറ്റിയില്ല, രാക്കയ്ക്ക് ഫ്ലൈറ്റ് മഴയും കാര്യമൊക്കെ ആയതുകൊണ്ട് അമൃത്സറിലാണ് കൊണ്ട് നിർത്തിയത് പഞ്ചാബിൽ. ഇനി അവിടുന്ന് വീണ്ടും ഡൽഹി വന്നിട്ട് തിരിച്ചു വരുമ്പോൾ എന്തായാലും പാതിരാത്രി കഴിയും. ഡിന്നറൊക്കെ ഫ്ലൈറ്റിൽ നിന്ന് കൊടുക്കുമെന്ന് പറഞ്ഞു. ഞാൻ ആദ്യം ചപ്പാത്തി ഉണ്ടാക്കാനാണ് വിചാരിച്ചത്. പിന്നെയാണ് ഞാൻ വിചാരിച്ചു കുറച്ച് വടയുടെ മാവ് എടുത്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കി. അങ്കിത്തിന് ഇത് ഇഷ്ടമാണ്. അതിൻ്റെ കൂടെ 2 പീസ് ബ്രെഡും കൂടെ കൊടുത്താൽ ഞങ്ങളുടെ ഡിന്നർ അങ്ങ് കഴിയും. അങ്ങനെ നമ്മുടെ വട പെട്ടെന്ന് ചുട്ടെടുക്കുന്നുണ്ട്. നമ്മുടെ വൈറ്റ് പീസിൻ്റെ കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വൈറ്റ് പീസ് എങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഞാനതൊന്ന് വേവിച്ചെടുത്തു. പിന്നെ ഒരു കടായിൽ എണ്ണ ഒഴിച്ചു. ഇഞ്ചി വെളുത്തുള്ളി ആദ്യം ചതച്ചിട്ടിട്ട് പച്ചമുളക് ഇട്ടു, സവാള ഇടും, തക്കാളി ഇടും. ഇതൊക്കെ ഒന്ന് വഴണ്ടി വരുമ്പോൾ ബേസിക് മസാലാസ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല. ഞാൻ പിന്നെ കുറച്ച് കസൂരി മേത്തിയും കൂടെ ഇടുന്നുണ്ട്. എനിക്ക് നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ ഇഷ്ടമാണ്. നമ്മുടെ ഉലുവയുടെ ഇലയാണത്.
ഉലുവയുടെ ഇല ഉണക്കി പൊടിച്ചത്. ഉലുവാപ്പൊടി ഇടുന്നതിൻ്റെ വേറൊരു ഫ്ലേവർ പോലെ വരും. എനിക്കൊത്തിരി ഇഷ്ടമാണ് അത്. അപ്പോൾ അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കുറച്ച് ഉപ്പും കൂടെ ഗ്രേവിയിൽ ഇട്ടിട്ടുണ്ട്. ഓൾറെഡി നമ്മുടെ പീസിലും ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം കൂടെ അഴിച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലേ കൊടുക്കുന്നുള്ളൂ. ഞാൻ ആദ്യം വേവിക്കാൻ നേരവും 2 വിസിലിൽ തന്നെ വെന്ത് കിട്ടി കേട്ടോ. കാരണം പുതിയ കുക്കറിൽ പെട്ടെന്ന് പ്രഷർ കുറച്ച് നിൽക്കുമല്ലോ, പെട്ടെന്ന് പോകത്തില്ല പ്രഷർ. കുറച്ചും കൂടെ പഴകും തോറുമാണ് നമുക്ക് 2-3 വിസിൽ കൊടുക്കേണ്ടി വരുന്നത്. ആദ്യം എന്തായാലും കുറച്ച് നാളത്തേക്ക് 1-2 വിസിൽ തന്നെ നമ്മുടെ കറികളൊക്കെ വെന്ത് കിട്ടും. അങ്ങനെ നമ്മുടെ വൈറ്റ് പീസും റെഡി ആയിട്ടുണ്ട്, വടയും റെഡി ആയിട്ടുണ്ട്. ഒറീസക്കാരുടെ ബോറ ഗുഗുനിയും നമ്മുടെ ഉഴുന്നുവടയും വൈറ്റ് പീസ് കറിയും. ഇതാണ് ഡിന്നർ. അങ്കിത്തിനെ കൊടുത്തു, ഞാനും കഴിക്കുകയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് വട, നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ ഈ കോമ്പിനേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. സാധാരണ നമ്മൾ ചട്നിയൊക്കെ കൂട്ടിയല്ലേ വട, അല്ലെങ്കിൽ സാമ്പാർ. ഇത് ജോധ്പൂർ പോയപ്പോൾ വാങ്ങിയ ബാഗാണ് കേട്ടോ, രാജസ്ഥാൻ സ്പെഷ്യൽ ബാഗ്. അവരുടെ ഒരു കളറും ആ ഗ്ലാസ് വർക്കും ഒക്കെ ഉള്ള ഒരു ബാഗാണ്. ജസ്റ്റ് ഒരു ഫാൻസി ആയിട്ട് നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ കൊണ്ടുപോകാം. പിന്നെ കുറച്ച് പൈസ എങ്ങനെ ഉണ്ടെങ്കിൽ എടുത്ത് വെക്കാം, കാർഡോ എന്തെങ്കിലുമൊക്കെ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന. കണ്ടിട്ട് ഇഷ്ടം തോന്നി എടുത്തതാണ്. നല്ല നീളമുള്ള വള്ളിയാണ് അതിന് കേട്ടോ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ ബൈ.